തൃശൂർ നഗരത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെ മുളയം എന്ന ഈ ഗ്രാമത്തിലെ കുന്നിൻ മുകളിൽ പരിശുദ്ധ മേരി മാതാവിൻ്റെ സ്നേഹം നുകർന്ന് പൂത്തുലയുന്ന ഈ പൂക്കളെപ്പോലെ ഈ അമ്മയുടെ സ്നേഹത്തണലിൽ വളരുന്ന ഒരു സ്നേഹകൂടാരം. സഭയ്ക്കും സമൂഹത്തിനും സുവിശേഷ സ്നേഹം പകർന്നു നൽകുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ നിരവധി ഇടയന്മാരെ വാർത്തെടുക്കുവാനായി 1998 സ്ഥാപിതമായി അനുഗ്രഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുന്നേറുന്ന തൃശൂർ മുളയം മേരി മാതാ മേജർ സെമിനാരി, മുളയം കുന്നിൻ്റെ അഭിമാനമായ വിദ്യാപീഠം. മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളി പിതാവിൻ്റെ കാലത്ത് 1927 മുതൽ 1937 വരെ 10 വർഷക്കാലം സെയിൻറ് മേരീസ് മേജർ സെമിനാരി എന്ന പേരിൽ ഒരു സെമിനാരി തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾക്കു ശേഷം മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് തൃശൂർ മെത്രാപ്പോലിത്തയായി വന്ന ശേഷം പിതാവിൻ്റെ പ്രാർത്ഥനാ ചിന്തയിൽ നിന്നുമാണ് അതിരൂപതയിൽ ഒരു പുതിയ മേജർ സെമിനാരി വേണമെന്ന ആശയം രൂപപ്പെടുന്നത്. അന്നത്തെ രൂപതാ ചാൻസലറും ഇന്നത്തെ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ തട്ടിൽ പിതാവും അന്നത്തെ വികാരി ജനറാളായ മാർ ബോസ്കോ പുത്തൂർ പിതാവുമായിരുന്നു ഈ ആശയത്തെ പ്രാവർത്തികമാക്കാൻ പിതാവിനോടൊപ്പം പ്രാർത്ഥനാപൂർവം പങ്കുചേർന്നത്. സെമിനാരിയുടെ വിവരങ്ങളൊക്കെ ഉള്ള ഒരു പേപ്പർ പ്രമുഖനായ ഒരു അൽമാനെ കാണിച്ചപ്പോൾ അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, അയ്യോ, ഇവിടെ നയിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്നില്ലേ ആലുവ സെമിനാരിയിലൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഒട്ടും സംശയിക്കേണ്ട, ഒരു മേജർ സെമിനാരി തുടങ്ങാനായിട്ട് ആശയം കിട്ടിയത് അത് ദൈവത്തിൽ നിന്നാണ്. ദൈവം നമുക്ക് തരുന്ന ഒരു വൊക്കേഷനും നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതെനിക്ക് വലിയൊരു പ്രോത്സാഹജനകമായൊരു അഭിപ്രായ പ്രകടനമായിരുന്നു. എന്തുകൊണ്ട് പുതിയൊരു സെമിനാരി? ഇതൊരു ചോദ്യമാണ്. നമുക്ക് ആലുവ സെമിനാരി ഉണ്ട്, വടവാതം സെമിനാരി ഉണ്ട്, പിന്നെ നമുക്കിനി ഒരു സെമിനാരി കൂടെ വേണമോ? അപ്പോൾ എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യത്തിന് ആദ്യത്തെ മറുപടി, നമുക്ക് ആവശ്യത്തിന് സെമിനാരിക്കാർക്കുള്ള ഇടമില്ല എന്നുള്ളതാണ്. തൃശ്ശൂർ ഒരു ഡസൻ ചുരുങ്ങിയത് മക്കൾ മേജർ സെമിനാരിയിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ സോറി, നിങ്ങൾക്ക് സ്ഥലമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സ്ഥലമില്ല, പക്ഷേ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മറ്റ് സെമിനാരികളിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു. നമുക്കൊരു സെമിനാരി ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ആവശ്യത്തിന് നമുക്കിവിടെ ഒരു 10-20-30 സഹോദരന്മാർക്കുള്ള എല്ലാ സൗകര്യവും ആണ്ടുതോറും നമ്മൾ കിട്ടുന്നുണ്ട്. അതോടെ സ്ഥലപ്രശ്നം പരിഹരിക്കപ്പെടുന്നു. പിന്നെ അത് മാത്രമല്ലല്ലോ, രണ്ടാമത്തെ പ്രശ്നം ശരിക്കുമുള്ള പരിശീലനമാണ്. നമ്മൾ കുട്ടികളെ എടുത്താൽ മാത്രം പോരാ, അവർക്ക് ശരിയായ ഒരു പരിശീലനം കൊടുക്കണം. ആ പരിശീലനം നമ്മുടെ ഒരു പ്രത്യേക ആശയം വെച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്ത് തരം വൈദികരാണ് വേണ്ടത്? നമുക്ക് എളിമയുള്ള, കാരുണ്യമുള്ള, സ്നേഹമുള്ള, ഉത്സാഹമുള്ള, മനുഷ്യത്വമുള്ള, അങ്ങനെ നല്ല വൈദികരത്തിൽ പരിശീലിപ്പിച്ചിട്ട് എടുക്കണം. അതാണ് നമ്മുടെ പദ്ധതി. അപ്പോൾ അതനുസരിച്ച് അവർക്ക് വേണ്ട പ്രേരണ കൊടുക്കുന്ന നല്ല വൈദികരെ നമുക്ക് വേണം. നമ്മളതിനാദ്യം ചെയ്തത്
മേരി മാതാ മേജർ സെമിനാരി തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അച്ഛന്മാരെ വേണം പരിശീലനത്തിന് വിളിക്കാൻ. അതിനിപ്പോൾ നമ്മുടെ രൂപതയിൽ മാത്രമുള്ളവരല്ല, എവിടെയുള്ളവരും മറ്റു രൂപതകളിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറയുക മാത്രമല്ല, അന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരെന്ന് കരുതപ്പെടുന്ന പരിശീലകരായ വടവാതൂർ മേജർ സെമിനാരി ഡയറക്ടർ ഏലിപ്പുലിക്കട്ടച്ഛൻ, പിന്നെ സ്രാമ്പിക്കലച്ഛൻ, തച്ചിലച്ഛൻ, വളരെ പ്രഗത്ഭനായ കാര്യമറ്റൽ മൈക്കിളച്ഛൻ, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അനേകം പേരുകളുണ്ട്. ഇവരെല്ലാവരും കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ പരിശീലകരെല്ലാം നമ്മൾ മേരി മാതാ മേജർ സെമിനാരിയിലേക്ക് കൊണ്ടുവന്നു. അത് റെക്ടറാകാനായിട്ട് അന്ന് ഇവിടെ മോഷണമായിരുന്ന തട്ടിൽ പിതാവിനെ നിയമിച്ചു. നമുക്കറിയാം, നമ്മുടെ നിയമനം എത്രയോ ശരിയായിട്ടുള്ള നിയമനമായിരുന്നു. തട്ടിലച്ഛനെ ഒരു സെമിനാരി ഡയറക്ടറായിട്ട് വെച്ചപ്പോൾ അദ്ദേഹം ആ ജോലിക്ക് ഏറ്റവും യോഗ്യനെന്ന് നമ്മളെല്ലാവരും ഇന്നിപ്പോൾ യാതൊരു സംശയം കൂടാതെ പറയുന്നു. കാരണം സഭ മുഴുവനെയും തിരുസിംഹാസനം അദ്ദേഹത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നമ്മൾ മേജർ സെമിനാരിയുടെ റെക്ടറായിട്ട് നിയോഗിച്ചത്. അങ്ങനെ നമ്മുടെ ഉദ്ദേശം ഇതായിരുന്നു, ഏറ്റവും നല്ല ശിക്ഷണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടണം. പിന്നെ നമ്മൾ അക്കഡമിക്കായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമല്ല, അതിനെക്കുറിച്ച് ശരിക്കും സമൂഹമായിട്ട് ജീവിച്ച് ആ ജീവിതം സമൂഹത്തിൽ അനുഭവിച്ച് മുന്നേറുന്ന ശമാശമാരായിട്ട് അവർ വളരണം എന്നുള്ള വലിയ താല്പര്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ക്ലാസ് എടുക്കാനായിട്ട് പ്രൊഫസർമാർ, അച്ഛന്മാർ മാത്രമല്ല അൽമാരും ഒക്കെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുപോലെ പ്രായോഗികമായിട്ടൊരു ശിക്ഷണം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരിങ്ങനെ ശമാശമാർ വളർന്നു വരുന്നതോടൊപ്പം പ്രവർത്തനം അജപാലന രംഗത്ത് അവർ പ്രഗത്ഭരായിരിക്കണം എന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അത് പ്രത്യേക പരിശീലനങ്ങൾക്ക് ഏർപ്പെടുത്തി. സ്നേഹോത്സവം എന്ന് പറഞ്ഞ് കുട്ടികൾ ശമാശന്മാർ ഒരാഴ്ച ഒരിടവിലേക്ക് പോയി അവിടെ അവരുടെ ഇടയിൽ അജപാലന പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന രീതിയായി. അങ്ങനെ വലിയൊരു പുതുമ നമ്മുടെ ഈ ശിക്ഷണത്തിൽ ഇവിടെ സംഭവിച്ചു. നമ്മൾ കൊണ്ടുവന്ന പുതിയ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി ഉള്ള ശുശ്രൂഷ, അജപാലനത്തിൽ നേരിട്ട് ഇടപഴകുന്ന ഒരു രീതി, അൽമായർക്കും മറ്റെല്ലാവർക്കും സ്ഥാനം കൊടുക്കുന്ന രീതി, ഇതെല്ലാം പിന്നീട് കേരളത്തിൽ മറ്റ് സെമിനാരികളൊക്കെ നമ്മുടെ ഇവിടുന്ന് കടമെടുത്തുന്നുള്ളതിൽ ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. അങ്ങനെ ഇക്കാരണങ്ങളെല്ലാം ഒരു നല്ല സെമിനാരി തുടങ്ങാനായിട്ടുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് ഉപോത്പലകമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ സ്വപ്നം ശരിയായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ചോദിക്കുന്നില്ല. കാരണം എല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും മനോഹരമായ ഒരു സെമിനാരിയാണ് മേരി മാതാ മേജർ സെമിനാരി. അതിൽ ജൂബിലി നമ്മൾ ആഘോഷിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴുമുള്ളൊരു വ്യക്തിയുണ്ട്. ഈ പ്രസ്ഥാനമൊക്കെ ആ വ്യക്തിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിയാണ് നമ്മളിവിടെ സന്നിഹിതയായിരിക്കുന്നത്, നമ്മുടെ മേരി മാതാ പരിശുദ്ധ അമ്മ. നമുക്കിതിന് പ്രചോദനം തന്നതും നമ്മുടെ ഇടയ്ക്കിടയ്ക്കെല്ലാം സഹായിച്ചതും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതും നമ്മുടെ പരിശുദ്ധ അമ്മയാണെന്നുള്ളത് ഒരു സംശയമില്ല. നല്ലപോലെ ജൂബിലി ആഘോഷിച്ചു. എല്ലാം വളരെ ശുഭകരമായി തീർന്നിരിക്കുന്നു. ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ
തൃശൂർ അതിരൂപത പ്രഥമ മെത്രാപോലിത്ത മാർ ജോസഫ് കുണ്ടുകുളവും രണ്ടാമത്തെ മെത്രാപോലിത്ത മാർ ജേക്കബ് തൂങ്കുഴിയും ചേർന്ന് മേരിമാതാ സെമിനാരിയുടെ ശിലാസ്ഥാപനം നടത്തി. 1998 ഓഗസ്റ്റ് 15 അന്നത്തെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ വർക്കി വിധേയത്തിൽ പിതാവ് സെമിനാരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1998 തത്വശാസ്ത്ര വിഭാഗവും 2002 ദൈവശാസ്ത്ര വിഭാഗവും ഇവിടെ പ്രവർത്തനം തുടങ്ങി. എൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായ ഇടയന്മാരെ നൽകും എന്ന ജെറമിയ പ്രവാചകൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഈ മേജർ സെമിനാരി ആരംഭം കുറിച്ചിരിക്കുന്നത്. കാലോചിതമായി ദൈവജനത്തിന് അജപാലന ഔത്സുക്യമുള്ള ഇടയന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി തൂങ്കുഴി പിതാവിൻ്റെ മനസ്സിൽ ഉയർന്ന ചിന്തയാണ് മാനന്തവാടിയിൽ നിന്ന് താമരശ്ശേരിയിലേക്കും താമരശ്ശേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്കും അജപാലകനായി വന്ന തൂങ്കുഴി പിതാവിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായത്. 1997 തൂങ്കുഴി പിതാവ് തൃശ്ശൂരിലെത്തിയത്. അതിനു മുമ്പ് തന്നെ കേരളത്തിൽ വൈദിക പരിശീലനത്തിന് ഒരു പുതിയ സെമിനാരി ഉണ്ടാകണമെന്ന് തൂങ്കുഴി പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു. അത് തൃശ്ശൂരിലെ വൈദികരോട് കോളേജ് ഓഫ് കൺസൾട്ടേഴ്സിനോടൊക്കെ സൂചിപ്പിച്ചപ്പോൾ വലിയ സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ തൂങ്കുഴി പിതാവിൻ്റെ ആഗ്രഹം സഫലമാക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. അങ്ങനെ 1998 കുണ്ടുകുളം പിതാവിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ആരംഭം കുറിച്ച മേരിമാതാ സെമിനാരി ഇന്ന് 25 വർഷം കഴിയുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ നല്ല അജപാലകരെ സംഭാവന ചെയ്യാനായി സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. തൃശ്ശൂരിന് സീറോ മലബാർ സഭയിലെ ആദ്യത്തെ വികാരിയാത്തിന് തൃശ്ശൂർ രൂപതയ്ക്ക് വൈദിക പരിശീലനത്തിൽ വലിയ പാരമ്പര്യം തന്നെയുണ്ട്. തോപ്പ് സെമിനാരി വികാരിയാത്തായി ആരംഭിച്ച ഉടനെ തന്നെ 1888 തന്നെ ആരംഭം കുറിച്ചതാണ്. 1927 മുതൽ തൃശ്ശൂരിൽ ഒരു മേജർ സെമിനാരി ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം വേണം ചിന്തിക്കാൻ മേരിമാതാ സെമിനാരി ഇന്ന് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ അജപാലകരെ വാർത്തെടുക്കുന്ന നല്ല സെമിനാരിയായി അറിയപ്പെടുന്നത്. സെമിനാരിക്ക് രൂപം കൊടുത്ത തൂങ്കുഴി പിതാവിനെ, ആദ്യത്തെ ഡയറക്ടറായ തട്ടിൽ പിതാവിനെ തുടങ്ങി അവിടെ സേവനം ചെയ്ത എല്ലാ വൈദികരെ, സമർപ്പിതരെ, പ്രത്യേകിച്ച് അവിടെ പഠിച്ചുപോയ എല്ലാ വൈദികാർത്ഥികളെയും ഇന്ന് വൈദികരായവരെയും ഞാൻ ഓർക്കുകയാണ്. മേരിമാതാ മേജർ സെമിനാരിയുടെ വലിയൊരു പ്രത്യേകത അത് ദൈവജനത്തിൻ്റെ സെമിനാരിയാണെന്നുള്ളതാണ്. ഈ സെമിനാരിയുടെ പരിശീലനത്തിന് മിക്കവാറും എല്ലാ ചെലവും വഹിക്കുന്നത് തന്നെ തൃശ്ശൂരിലെ ദൈവജനമാണ്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ ഇഷ്ടപ്പെട്ട പുരോഹിതരെ വാർത്തെടുക്കാനാണ് വൈദികരുടെയും സന്യസ്തരുടെയും പ്രത്യേകിച്ച് അൽമാരുടെയും സഹായത്തോടെ, നേതൃത്വത്തോടെ ഈ സെമിനാരി ഇന്ന് പ്രവർത്തിക്കുന്നത്. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന ദൈവവചനത്തിൻ്റെ ദർശനം സ്വീകരിച്ച് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക തുടങ്ങിയ പൗരോഹിത്യ ദൗത്യങ്ങൾ ദൈവജനത്തോട് ഉൾച്ചേർന്ന് നിർവഹിക്കാൻ കഴിയും വിധം ഇവിടെ പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ അജപാലകരെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1998 ആഗസ്റ്റ് മാസം 15 ആരംഭിച്ച മേരിമാതാ മേജർ സെമിനാരി 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലഭിച്ച ദൈവാനുഗ്രഹത്തിന് എല്ലാ ദൈവജനത്തിൻ്റെയും മേലധ്യക്ഷന്മാരുടെയും വൈദികരുടെയും പ്രോത്സാഹനത്തിനും അകമഴിഞ്ഞ സഹകരണത്തിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ പുതിയ പരിശീലന ആഭിമുഖ്യത്തിന് വഴി തുറന്നുകൊണ്ടാണ് മേരിമാതാ മേജർ സെമിനാരി ആരംഭിക്കുന്നത്. അജപാലന പരിശീലനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന വൈദിക പരിശീലന പദ്ധതിയാണ് മേരിമാതാ മേജർ സെമിനാരിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്.
ദൈവജനത്തിൻ്റെയും വൈദികരുടെയും സന്യസ്തരുടെയും അകമഴിഞ്ഞ സഹകരണം കൊണ്ട് മാത്രമാണ് മേരിമാതാ സെമിനാരിയുടെ നിർമ്മാണവും തുടർന്നുള്ള പ്രവർത്തനവും പുരോഗമിച്ചത്. 1000-ലധികം വൈദികർക്ക് പരിശീലനം നൽകാൻ മേരിമാതാ മേജർ സെമിനാരിക്ക് സാധിച്ചു എന്നതിന് ദൈവത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ സെമിനാരിയിൽ 146 ബ്രദേഴ്സ് പഠിക്കുന്നുണ്ട്. വൈദിക പരിശീലനത്തിന് ആത്മീയവും ബൗദ്ധികവും അജപാലനപരവും മാനുഷികവും മിഷണറി ചൈതന്യം നിറഞ്ഞതുമായ വിവിധ തലങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശീലന പദ്ധതിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 25 വർഷങ്ങൾ പൂർത്തിയാക്കി മേരിമാതാ മേജർ സെമിനാരി അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ സെമിനാരിയെ നയിച്ച എല്ലാ വന്യ ഗുരുഭൂതരെയും വൈദിക ശ്രേഷ്ഠരെയും ഈ സെമിനാരിയെ അർത്ഥം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിച്ച എല്ലാ സുമനസ്സുകളെയും നന്ദിയോടെ സ്മരിക്കുന്നു. അജപാലന ശുശ്രൂഷയുടെ നേരനുഭവം ലഭിക്കുന്ന ഞായറാഴ്ചകളിലെ ഇടവക ശുശ്രൂഷകൾ, ഭവന സന്ദർശനങ്ങൾ, രോഗികളെ സന്ദർശിക്കുന്ന ബെത്സൈദ മിനിസ്ട്രി, ജീസസ് ഫ്രട്ടേണിറ്റി, സ്ലം മിനിസ്ട്രി, സമീപത്തെ കുട്ടികൾക്കായി നൽകപ്പെടുന്ന ട്യൂഷൻ ക്ലാസുകൾ, യൂത്ത് മിനിസ്ട്രി, യൂത്ത് അക്കമ്പനിമെന്റ് പ്രോഗ്രാം, മിഷൻ എക്സ്പോഷർ പ്രോഗ്രാം, മൈഗ്രന്റ് മിഷൻ, ഇടവകകളിൽ താമസിച്ച് നിർവഹിക്കുന്ന സ്നേഹോത്സവം, ഡീക്കൻ മിനിസ്ട്രി തുടങ്ങിയ വിവിധ പരിപാടികൾ പരിശീലനത്തിന്റെ ഭാഗമായി ഇവിടെ നിർവഹിക്കുന്നു. സമീപത്തായി നിർമ്മിച്ചു നൽകിയ വീടുകളും പ്രളയകാലത്ത് നടത്തിയ നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം ഈ സെമിനാരിയുടെ നന്മകളുടെ ചിത്രങ്ങളെ ഏറെ വർണ്ണാഭമാക്കുന്നു. വിശുദ്ധ ബലിയുടെ ചൈതന്യത്താൽ ആരംഭിക്കുന്ന പഠന ക്ലാസുകൾ. മൂന്നാമത്തേത്, അവൻ പുരോഹിതനാണ്, പ്രവാചകനാണ്. പക്ഷേ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങളിലോ അധികാരമില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന സമയങ്ങളിൽ പോലും നമുക്ക് ചില നിലപാടുകൾ എടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. കലാസാഹിത്യ അഭിരുചികൾ വളർത്തിയെടുക്കാൻ ഉപകരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ. സർഗജ്യോതി കലാസാഹിത്യ അക്കാദമി, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ പരിശീലനങ്ങൾ. അതെ, പഠിച്ചിറങ്ങുന്ന ഓരോ വൈദിക വിദ്യാർത്ഥിയും സഭയ്ക്കും സമൂഹത്തിനും സുവിശേഷത്തിൻ്റെ ദർശനത്തിലൂന്നി ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറുന്ന ജീവിതത്തിൻ്റെ പരിവർത്തനം. ഫറൂഖ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സെമിനറി മുന്നോട്ട് വച്ച അജപാലന ദർശനത്തിൻ്റെ വളർച്ചയിൽ വളർന്ന് പുഷ്പിച്ച് ഫലം ചൂടി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സങ്കീർണമായ കാലഘട്ടത്തിൽ അജപാലന പ്രവർത്തനങ്ങളും അവയുടെ ഫലങ്ങളും ഒരു ഇടവക ദേവാലയത്തിനകത്ത് മാത്രമോ
അല്ലെങ്കിൽ ഏതാനും ക്രൈസ്തവ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ മധ്യത്തിലാണ് സഭ തൻ്റെ അജപാലന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേൽക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ വളരെയേറെ പ്രവാചക ധീരതയോടെ, പ്രവാചക തുല്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെ പലതും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പറോക്ക് പങ്കാളിത്ത അജപാലനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അതിൻ്റെ ആരംഭം മുതൽ തന്നെ വൈദികരും സന്യസ്തരും അൽമായരും എങ്ങനെ ഒരുമിച്ച് ഒരു ദൈവജനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെ അജപാലന പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കും. ഇന്ന് മാർപ്പാപ്പ പറയുന്ന സിനഡാലിറ്റി ഒരുപക്ഷെ ഈ പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മേഖലയാണ്. ഓഗസ്റ്റ് 15 പറോക്ക് എന്ന ഗവേഷണ വിഭാഗം ഈ സെമിനാരിയിൽ സ്ഥാപിതമായി. പാസ്റ്ററൽ ആനിമേഷൻ റിസർച്ച് ആൻഡ് ഔട്ട്റീച്ച് സെന്റർ. അജപാലന രംഗത്തുള്ള ഗവേഷണങ്ങൾ, പരിശീലനം, അൽമായർ സമർപ്പിതർ, വൈദികർ എന്നിവർക്കുള്ള പരിശീലന കളരികൾ, സഭയിലും സമൂഹത്തിലും കാലഘട്ടത്തിന് അനുയോജ്യമായ അജപാലന പദ്ധതികൾ രൂപീകരിക്കാൻ ഉതകുന്ന പരിശീലനവും സാങ്കേതിക സഹായവും പറോക്ക് ഇവിടെ നിർവഹിക്കുന്നു. ഇത്തരം ദൗത്യത്തിനായി പ്രതിബദ്ധതയുള്ള അജപാലകരെ രൂപപ്പെടുത്താൻ പറോക്ക് ഈ കാലഘട്ടത്തിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു വരുന്നു. അജപാലന പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള സങ്കേതങ്ങൾ, പ്രത്യേകിച്ച് സർവേകൾ, നമുക്ക് ലഭിക്കുന്ന ഡാറ്റയെ അത് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്പെർട്സിൻ്റെയും ഒരു ഗ്രൂപ്പിൽ ദൈവശാസ്ത്രജ്ഞന്മാരൊപ്പം ഇരുന്ന് സഭയുടെ മനസ്സറിഞ്ഞ് സഭയുടെ മടിത്തട്ടിലേക്ക് ഈ സാഹചര്യങ്ങളെയും വിലയിരുത്തലുകളെയും എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ഒരു അജപാലന ശൈലി ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കും എന്നുള്ള പരിശ്രമങ്ങളാണ് പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരള സഭയിൽ അത് ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര വ്യക്തിഗത സഭകളിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ട സാഹചര്യം വരുമ്പോൾ ആദ്യം ഉയർന്നു വരുന്ന പേര് പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. KCBCയിൽ 3 സഭകളും ഒരുപോലെ പറോക്കിൻ്റെ സേവനങ്ങൾ ഉപകാരപ്പെടുത്തുന്നുണ്ട്. പറോക്കിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സെമിനറി പരിശീലനത്തെക്കുറിച്ചുള്ളൊരു പഠനങ്ങൾ 3 സഭകളും ചേർന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെ ഇന്നത്തെ സഭയിലുള്ള സ്ഥാനവും അവരുടെ ജീവിതങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും യുവജന അജപാലന പ്രവർത്തന മേഖലകളെയും കുറിച്ചുള്ള ഒത്തിരിയേറെ വിഷയങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നിയമിതമായ JB കോശി കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഒരു പഠനം അത് ഈ സഭയ്ക്ക് വേണ്ടി നടത്തുവാൻ പറോക്കിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാ ദൈവാനുഗ്രഹവും മേരിമാത സെമിനറിക്കും അതിൻ്റെ ഡ്രീം ചൈൽഡായിട്ടുള്ള പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തണലിൽ ഇതാ മേരി മാതാ മേജർ സെമിനാരി അതിൻ്റെ ലക്ഷ്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് ചലിക്കുന്നു. ദൈവജനത്തോടൊത്ത് അവർക്കായി അജപാലന ശൈലി രൂപപ്പെടുത്തുക എന്ന സ്വപ്നം പിന്തുടർന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നു. ദൈവശാസ്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും പൊരുളുകൾ നുകർന്ന് സഭയ്ക്കും സമൂഹത്തിനും ദിശാബോധം നൽകുന്ന നിരവധി വൈദികരെ പരിശീലിപ്പിച്ചു എന്ന സുഹൃതത്തോടെ മേരി മാതാ മേജർ സെമിനാരിയുടെ കവാടം ഇതാ മുളയമെന്ന ഈ കുന്നിൻ മുകളിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു. പ്രാർത്ഥനയുടെ പുണ്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നും പുറത്തേക്ക് യാത്രയാകുന്ന ജീവിതങ്ങൾക്ക് കരുതലും സ്നേഹവുമേകി യേശുവിൻ്റെ മണവാട്ടിയായ തിരുസഭയെ നമുക്ക് പ്രാർത്ഥനയാലും സ്നേഹത്താലും പൊതിഞ്ഞു പിടിക്കാം. ഹൃദയത്തിനിണങ്ങിയ അജപാലകരെ സഭയ്ക്കായി നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം. സ്നേഹത്തണൽ വിരിക്കുന്ന മേരി മാതാവിന് സ്തുതികൾ പാടാം.